ക്രിക്കറ്റ് കളിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ വളരെ സജീവമായി ക്രിക്കറ്റ് കളിച്ച് എക്സ്പീരിയൻസോടുകൂടി ക്രിക്കറ്റേഴ്സിന്റെ മൈൻഡ് സെറ്റും ക്രിക്കറ്റേഴ്സിന്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരും കൂടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദ പ്ലേയേഴ്സ്. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻ ഇന്ത്യൻ താരം ശ്രീശാന്ത് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മഹേഷ് പോലൂർ കൂടുതൽ വിവരങ്ങൾ നൽകും. മഹേഷ്, KCA പ്രസിഡന്റ് കാണിക്കുന്നത് വെറും ഈഗോ പ്രശ്നം മാത്രമാണ്. KCA നമ്മുടെ മലയാളി താരങ്ങൾക്കൊപ്പം നിലകൊള്ളുകയാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലെയുള്ള ഒരു അപ്രോച്ച് അല്ല KCAയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണോ ശ്രീശാന്തിനുമുള്ളത്? തീർച്ചയായും വളരെ കടുത്ത ഭാഷയിലാണ് ശ്രീശാന്ത് KCA നേതൃത്വത്തെ വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സഞ്ജു കേരളത്തിന്റെ ഭാഗ്യമാണ്, ഇതുപോലൊരു താരത്തെ വാർത്തെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമല്ല, വലിയ കാലഘട്ടങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ആ സഞ്ജുവിനെ ഇങ്ങനെ നശിപ്പിക്കാൻ എളുപ്പമാണ്, അത് ശരിയല്ല. അക്കാര്യത്തിൽ KCAയുടെ നിലപാടിൽ സങ്കടമുണ്ട്, അത് മോശമാണ് എന്ന് വളരെ ഉറച്ച ശബ്ദത്തിൽ തന്നെ ശ്രീശാന്ത് പറയുകയാണ്. മലയാളികൾ ഇതിനോട് പ്രതികരിക്കണം, നാട്ടിലുള്ള ആളുകൾ, സഞ്ജുവിന്റെ ആരാധകർ ഇതിനോട് പ്രതികരിക്കണം എന്നുകൂടി ശ്രീശാന്ത് പറയുന്നുണ്ട്. ഒറ്റത്തവണ ക്യാമ്പിൽ വന്നില്ല എന്നുള്ളത് ഒരു അയോഗ്യതയായി കണക്കാക്കേണ്ടതില്ല. കാരണം സഞ്ജു സാംസൺ തിരക്കേറിയ അല്ലെങ്കിൽ സജീവമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒന്ന് ക്യാമ്പിൽ വന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിന് അവസരം നിഷേധിക്കുന്നത് ശരിയല്ല എന്നുകൂടി അദ്ദേഹം ശ്രീശാന്ത് പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല സഞ്ജു സാംസനെ വിമർശിക്കുന്നവർ എത്രമാത്രം ക്രിക്കറ്റ് കളിച്ചവരാണ്, അങ്ങനെ സഞ്ജുവിനെ വിമർശിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അക്കാര്യത്തിൽ യോഗ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KCAയുടെ നിലപാട് ഒരു ഈഗോ നിറഞ്ഞതാണ് എന്നുള്ള കടുത്ത ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രത്യേകത ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി ദേശീയ ടീമിന്റെ നീലക്കുപ്പായം അണിഞ്ഞ 3 താരങ്ങളാണ്. ഒന്ന് ശ്രീശാന്ത്, ഒന്ന് ടിനു യോഹന്നാൻ, മറ്റൊന്ന് സഞ്ജു സാംസൺ. ടിനു യോഹന്നാനുമായും ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് ശ്രീശാന്തിനോട് സംസാരിച്ചു. 2 താരങ്ങളും ഒരേപോലെ സഞ്ജു സാംസനെ പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ സഞ്ജുവിനെതിരെ രംഗത്ത് വരുമ്പോൾ ഇന്ത്യയുടെ കുപ്പായമണിഞ്ഞ കേരളത്തിലെ താരങ്ങൾ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കണ്ടുവരുന്നത്. ശ്രീശാന്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, താങ്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അസോസിയേഷൻ അന്ന് ചേർത്ത് പിടിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതല്ല, നിലവിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പാടില്ല. സഞ്ജു മാത്രമല്ല, ഒരുപാട് പ്രതിഭാധനരായ താരങ്ങൾ ഇനിയും വളർന്നു വരാനുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ നാട്ടിലെ താരങ്ങളെ ചേർത്തു പിടിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുകൂടി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ശ്രീശാന്ത് പറയുന്നു. എന്തായാലും ഈ വിവാദത്തിലേക്ക് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ വാക്കുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. സഞ്ജുവിനെ വിമർശിക്കുന്നവർ എത്രമാത്രം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്ന ചോദ്യമാണ് ശ്രീശാന്ത് ചോദിക്കുന്നത്. ജയേഷ് ജോർജിനെതിരെ തന്നെയാണ് ശ്രീശാന്തിന്റെ വിമർശനം എന്ന് വിലയിരുത്താൻ കഴിയില്ലേ? സ്വാഭാവികമായും KCAയുടെ തലപ്പത്ത് ക്രിക്കറ്റ് കളിച്ചവരെത്തണം എന്നുള്ള ഒരു പ്രയോഗം കൂടി അല്ലെങ്കിൽ ഒരു വാക്കുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ അഭിമുഖത്തിൽ കേട്ടു. അതായത് KCAയുടെ തലപ്പത്ത് ക്രിക്കറ്റ് കളിച്ച് പരിചയമുള്ള ആളുകൾ വന്നാൽ മാത്രമാകും താരങ്ങളുടെ മനോനിലയെക്കുറിച്ച്, അവരുടെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അസോസിയേഷന്റെ തലപ്പത്തേക്ക് ക്രിക്കറ്റ് കളിച്ചവരെത്തണം എന്ന് വളരെ ഉറച്ചു പറയുകയാണ്. സ്വാഭാവികമായി നിലവിലുള്ള KCAയുടെ തലപ്പത്തുള്ള ആളുകൾക്കെതിരെ തന്നെയാണ് ശ്രീശാന്തിന്റെ വാക്കുകൾ എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. മാത്രമല്ല, ഈ നേരത്തെ ഇന്നലെ ഈ ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മളുമായി ജയേഷ് ജോർജ് സംസാരിച്ചതിന് ശേഷം ടിനു യോഹന്നാന്റെ വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടിനു യോഹന്നാൻ പറഞ്ഞിരുന്നു, അതായത് ഇത് ആദ്യ തവണ മാത്രമല്ല, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കും അതിനു മുൻപ് നടന്ന കേരളത്തിന്റെ മത്സരങ്ങൾക്കൊക്കെ സഞ്ജു ക്യാമ്പിൽ പങ്കെടുക്കാതെ തന്നെ ഡയറക്റ്റ് ടീമിൽ വന്ന് കളിച്ചിട്ടുണ്ട്, കേരളത്തിനായി ബാറ്റ് വീശിയിട്ടുണ്ട്, റൺസ് അടിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോഴെന്താണ് ഈ KCAക്ക് ഈ സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാനുണ്ട് എന്ന് സഞ്ജു പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവസരം കൊടുക്കേണ്ടതായിരുന്നു എന്ന് സഞ്ജുവിന് മുന്നേ ഇന്ത്യ കളിച്ച 2 താരങ്ങളും ഒരേപോലെ പറയുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നും ചെറിയ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ ജയേഷ് ജോർജ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമുഖത അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സഞ്ജു സാംസൺ പലപ്പോഴും. അപ്പോൾ അതൊന്നും ഇപ്പോൾ പരിഗണിക്കേണ്ടതല്ല, അതുമാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായമാണോ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത്?
തീർച്ചയായും. അതായത് സഞ്ജുവിനെ പോലെ ഒരു താരം നോക്കൂ, സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിയുടെ പരിശീലന ക്യാമ്പിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം കളിച്ചിരുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ സെഞ്ചുറി നേടി, 2 സെഞ്ചുറി നേടിയാണ് അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് സഞ്ജു സാംസൺ പിന്നീട് കേരളത്തിലെ താരങ്ങൾക്കൊപ്പം വന്ന് പരിശീലനം നടത്തേണ്ട സാഹചര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് തെളിയിക്കേണ്ട സാഹചര്യമുണ്ടോ, ഞാൻ ഫോമിലാണ് എന്ന് തെളിയിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മറുവശത്ത് KCA പറയുന്ന വാദം എന്ന് പറയുന്നത് സഞ്ജുവല്ല, ഏത് താരമായാലും KCAക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഒരു നയമുണ്ട്. സഞ്ജുവിനെ പോലുള്ള താരങ്ങളെ കണ്ടാണ് ബാക്കിയുള്ള താരങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് സഞ്ജു കൃത്യമായി ക്യാമ്പിൽ പങ്കെടുക്കണം, കൂടെയുള്ള താരങ്ങൾക്ക് ഊർജ്ജം പകർന്നു നിൽക്കണം എന്നൊക്കെയാണ് അവരുടെ വാദം. എന്തായാലും ഈ വിവാദം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ പ്രതികരണങ്ങൾ വരുന്നത്. ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യൻ കുപ്പായം അണിഞ്ഞ സഞ്ജുവിന് മുൻപേയുള്ള 2 താരങ്ങളും സഞ്ജുവിനെ പൂർണ്ണമായി പിന്തുണച്ച് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. മുൻ ഇന്ത്യൻ താരമായ ശ്രീശാന്താണ് ഇപ്പോൾ സഞ്ജു സാംസനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. KCAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വെറും ഈഗോ മാത്രമാണ് എന്നാണ് ശ്രീശാന്തിന്റെ പ്രതികരണം. മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.